ഹലോ, നമസ്കാരം. ഒത്തിരി നാളായി കണ്ടിട്ട്. എന്താ പറയാ, കോളേജിലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നലെ നമ്മുടെ കോളേജ് ലൈഫ് അവസാനിച്ചു. അയ്യോ, ഇനി നമുക്കൊരു കോളേജ് ലൈഫ് ഇല്ല. അങ്ങനെ MBA കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ എത്രയായിരുന്നു ഡേറ്റ്? ജൂൺ 5, 2024. അങ്ങനെ നമ്മുടെ MBA പഠനം അവസാനിച്ചു. CT കോളേജിൽ നമുക്ക് അവിടുത്തെ ഒരു സ്റ്റുഡന്റ് ആയിട്ടോ എന്താ പറയാ, ഇനി നമുക്ക് പോവാൻ പറ്റില്ല. അപ്പൊ ഭയങ്കര വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ ഇന്ന് ഒരു കുട്ടി പ്ലാനൊക്കെ ചെയ്തു, എവിടെയെങ്കിലുമൊക്കെ പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ, ആതിര, വർഷ, ഗോപി, പ്രണവ്, അങ്ങനെ കുറച്ച് പേരൊക്കെ ചേർന്ന് നമ്മളൊരു എറണാകുളം ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം സമയം 5:23 ആയിട്ടുണ്ട്. നമുക്ക് 5:55 തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തോട്ട് പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ അപ്പൊ കാണിക്കാം. ഓക്കെ, ബൈ. അങ്ങനെ വെളുപ്പിന് 5:15 ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ നടക്കുവാണ് ഗൈസ്. കിട്ടുന്നുണ്ടായിരിക്കില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മളങ്ങനെ നമ്മുടെ 5:55 ട്രെയിൻ പിടിക്കാനുള്ള തിരക്കിലാണ് ഗൈസ്. സമയം 5:35 കഴിഞ്ഞു. അതിൽ പ്രണവ്, ആതിര, അതിലെ എവിടെ പോന്ന്? കൊള്ളാം, എക്സൈറ്റ്മെന്റ്. കാലി കെട്ടാടാ. നമ്മൾ ബാക്കിയുള്ള കുട്ടികളെയൊന്നും കണ്ടു കിട്ടിയിട്ടില്ല. പലരും പല സ്ഥലത്ത് നിന്ന് പല ടൈമിലാണ് ഇറങ്ങിയത്. നമ്മുടെ ട്രെയിനിന്റെ അനൗൺസ്മെന്റ് ആണ് ഈ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മളെവിടെ ഇല്ല, നമ്മളവിടെ നിൽക്കാം. അങ്ങനെ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി, ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ആതിരെ, എന്താണ് പറയാനുള്ളത്? സന്തോഷല്ലേ? എവിടെ പോന്നേ? എറണാകുളത്ത് എവിടെയാണ് പോന്നേ? അല്ല, നിനക്ക് എറണാകുളത്ത് അറിയാവുന്ന സ്ഥലങ്ങളെ പറയാം. എടപ്പള്ളി, കടവന്ത്ര, ഇത്രയൊക്കെ മതി. എറണാകുളത്തിനെ പറ്റി ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. മട്ടാഞ്ചേരി. അതിൽ ഒന്നും പറയാനില്ല. നിനക്ക് വളരെ ധൃതി പിടിച്ചാണ് നമ്മളെല്ലാവരും ട്രെയിനിൽ കയറിയത്. സമയമൊന്നും കിട്ടിയില്ല. നമ്മുടെ ഒരു ഫ്രണ്ടിനെ മിസ്സായിട്ടുണ്ട്. അപ്പം കുട്ടി ഇനി അടുത്ത ട്രെയിൻ കയറി അങ്ങ് എറണാകുളത്ത് വരുന്നതായിരിക്കും. നമ്മളവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിലെ പറ, എന്ത് പറയാ, ഇവനൊന്നും പറയാനില്ല. വർഷ, അയ്യോ ഏതൊരു വർഷ. പ്രണവ് എന്ത്? പ്രണവ് ബാക്കി രണ്ടുപേര് പിറകിലാണ്. അവരൊക്കെ ഞാൻ പിന്നെ കാണിച്ചിടാം. ഗോപി, ഇവനാ നമ്മുടെ ഇന്നത്തെ പ്ലാൻ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഗോപി, നമ്മളിന്ന് എവിടെയൊക്കെയാ പോകുന്നത്? ഇവന്റെ നാട് എറണാകുളം എന്നാ പറയുന്നത്. നമ്മളിന്ന് എവിടെയൊക്കെയാ പോകുന്നത്? നമ്മുടെ ചുങ്കപ്പള്ളി പോവും, ഫോർട്ട് കൊച്ചി പോവും, ജൂട്ട് ടൗൺ പോവും, പ്രിൻസസ് സ്ട്രീറ്റ് പോവും, MG റോഡ് പോവും, ബ്രോഡ്വേ പോവും, പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ. ഇപ്പൊ 7 സ്ഥലം പറഞ്ഞു. അതിലൊരു 5 സ്ഥലമെങ്കിലും നടന്നാ മതി കേട്ടോ. കേട്ടാടാ? ഓ ശരി. അവൻ പോസ് ചെയ്തിരിക്കുന്നതാ ഗോപി. ഹായ്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ടിട്ടുണ്ട്. കാണിച്ചു തരാവേ. സോറി പ്രണവേ, കല്യാണാലോചന അല്ല കേട്ടോ, നമ്മള് ട്രിപ്പിന് പോവാണ് കേട്ടോ. നീ ഇങ്ങനെ അല്ല, ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നുണ്ട് ചോദിച്ചാ. അതില് വർഷ, ഗോപി, ആതിര, ദേവപ്രിയ. കുറച്ചേരം കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇനി ഒരു കുട്ടിയും കൂടി ഉണ്ട്. കുട്ടിക്ക് ട്രെയിൻ മിസ്സായിട്ടുണ്ട്. ദേവപ്രിയ, ഒരുപാട് നേരം കൊണ്ട് നമ്മൾ ചുമ്മായി ഇങ്ങനെ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ നോക്കി. അപ്പം നമ്മൾ വിചാരിച്ചെന്തെങ്കിലും ടാസ്ക് ഒക്കെ ചെയ്യാന്ന്. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ട്രൂത്ത് ഓർ ഡെയർ കളിക്കാൻ കേട്ടോ. ഫസ്റ്റ് ടാസ്ക് കൊടുക്കുന്നത് ദേവപ്രിയയ്ക്കാം. അവിടെ ഡെയറാ ചൂസ് ചെയ്തത്. ഫസ്റ്റ് ടാസ്ക് എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ TTRന്റെ പേര് ചോദിക്കാം. അതാണ് നമ്മൾ അവൻ കൊടുത്തിട്ടുള്ള ടാസ്ക്. അങ്ങനെ ചലഞ്ച് ചെയ്തിരിക്കുക. ഇങ്ങനത്തെ കുട്ടികളെയാണ് ആവശ്യമാക്കുക. പിന്നീട് നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ TTR വന്നിട്ടുണ്ടായിരുന്നില്ല. അതാ പിന്നീട് ചലഞ്ച് കാണിക്കാൻ പറ്റാതിരുന്നത്. തുടർന്ന് നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ചായ കുടിക്കാൻ പോകുമായിരുന്നു.
പിന്നീട് അതിനുശേഷം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വരാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി മെട്രോയിൽ കയറി, സൗത്ത് മെട്രോയിൽ കയറി ടൗൺ ഹാളിൽ ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതിൽ ഗോപി മാത്രമാണെന്ന് തോന്നുന്നു മെട്രോയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറാൻ പോവുകയാണ് ഗൈസ്. ആദ്യം നീ മുന്നേ കയറിയിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം. ട്രെയിനിൽ കയറി എത്രാമത്തെ കേട്ടോ? 2 അല്ലേടി രാവിലെ പറഞ്ഞേ? ഊട്ടിയിൽ കയറിയിട്ടുണ്ട്. ഓ, ഊട്ടിയിലെ മറ്റേ ട്രെയിനല്ലേ? മെട്രോ. അങ്ങനെ മെട്രോ വന്നു. ഞങ്ങളെല്ലാവരും മെട്രോയിൽ കയറി. ആദ്യമായിട്ടാണ് കയറുന്നത്. അങ്ങനെ കൊള്ളായിരുന്നു, നല്ലതായിരുന്നു എക്സ്പീരിയൻസ്. അങ്ങനെ ഞങ്ങളുടെ ഒരു സുഹൃത്തിനായി ഞങ്ങൾ എല്ലാവരും കൂടി ഇതാണ്ട് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഈ വരുന്ന കുട്ടിയില്ലേ, ഇവളെ കാത്താണ് നമ്മൾ ഇത്രയും നേരം ഇരുന്നത്. അയ്യോ, ക്ലിയറില്ല. സാന്ദ്ര. അങ്ങനെ സാധനം വാങ്ങാനെന്ന വ്യാജാനെ പിള്ളേരെല്ലാവരും കൂടി ബ്രോഡ്വേ കയറി തേരാ നടക്കുകയാണ്. നല്ല ചൂടുണ്ട്. നല്ല മേടിച്ചാൽ മതിയായിരുന്നു. വർഷം എത്ര രൂപയ്ക്ക് സാധനം മേടിക്കുന്നത്? സർപ്ലസ് കടയിൽ കയറി 2 കിലോ നോക്കിയിട്ട്. ദേവപ്രിയ 1 കിലോയ്ക്ക് 1 കിലോ എത്ര രൂപ ഇന്ന്? 800 അല്ലേ? ശരി, എന്നിട്ട് വരെ സെലക്ട് ചെയ്തോ? അങ്ങനെ ബ്രോഡ്വേയിലും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ എത്ര കടയിൽ കയറി പിള്ളേരെ? 2, 3, 4 കട ഷോപ്പിൽ കയറിയിട്ട് ആകെ സാന്ദ്ര മാത്രം ഒരു ജീൻസ് മേടിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ബാക്കി എല്ലാവരും കൂടി എന്താ എന്ത് കുടിക്കാനാ വന്നത്? നമ്മള് ഷാർജ കുടിക്കാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ നമ്മുടെ MBA ഒക്കെ കഴിഞ്ഞില്ലേ? 2 വർഷം പോയത് നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ലല്ലേ? ആ ഒരു കോളേജ് കഴിഞ്ഞു എന്നൊരു ഫീല് നിങ്ങൾക്ക് വരുന്നുണ്ടോ? പ്രണവ് വരുന്നുണ്ടോ? സീരിയസ്. പക്ഷെ നമുക്ക് നാളെ തൊട്ട് ക്ലാസ് ഇല്ല, സെമിനാർ ഇല്ല, പ്രസന്റേഷൻ ഇല്ല, അസൈൻമെന്റ് ഇല്ല, ഒന്നുമില്ല, ഒരു സ്ട്രെസ്സും ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ പറയാം എന്താവും, എനിക്ക് വയ്യേ, ചെയ്യാൻ വയ്യേ എന്നൊക്കെ പറയും. പക്ഷെ നാളെ തൊട്ട് നമുക്ക് ഇനി എന്തിനു ചെയ്യണമെന്നും കൂടി അറിഞ്ഞോളാത്തൊരു സ്റ്റേജാണ്. കുറച്ച് പേരൊക്കെ പ്ലേസ്ഡ് ആയി, കുറച്ച് പേരൊക്കെ ജോലിക്ക് വന്നിട്ട് നമ്മളൊക്കെ എന്തിനു ചെയ്യും, എവിടെ ജോലിക്ക് കയറി, ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്തായിരിക്കും, ഇനി അങ്ങോട്ട് ലൈഫ് എന്തായിരിക്കും എന്നറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോഴേ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇത്രയും പേര് 9 പേരും 1, 2, 3, 4, 5, 6, 7, 8 പേര് ഓക്കെ ഇങ്ങനെ കറങ്ങാനൊക്കെ വന്നു. അപ്പൊ നിങ്ങൾ സീറ്റിൽ വന്ന ടൈം ഒന്ന് മെമ്മറൈസ് ചെയ്തെടുക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഓരോരുത്തരായിട്ട് കമ്പനി ആയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. അന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. അപ്പോഴ് നമ്മൾ ആലോചിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ പഴയ മെമ്മറീസ് ഒക്കെ ഓർമ്മ വരത്തില്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, തുടങ്ങി. സാന്ദ്ര പറയ്, ഫസ്റ്റ് നീ എങ്ങനെയാണ് സീറ്റിലോട്ട് വരാനുണ്ടായ റീസൺ എന്താണ്? സീറ്റ് ചൂസ് ചെയ്യാൻ കാരണം? ഞാൻ വർക്കിംഗ് ആയിരുന്നു ടെക് ലൈഫിൽ നിന്ന്. ആ ടെക് ലൈഫിൽ നിന്ന് ഒരു മാറ്റം പിടിക്കാൻ വേണ്ടി, ഒരു മാനേജർ പോസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തതാണ്. ബട്ട് ഭയങ്കര ആക്സിഡന്റിലാണ് എനിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയത്. ഞാനൊരു വേഗമായിട്ട് അപ്ലൈ ചെയ്തു, പക്ഷെ അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ സീറ്റിന് ഇറങ്ങുമ്പോൾ ഐ ആം വെരി പ്രൗഡ്. ഓക്കെ, പിന്നീട് അങ്ങനല്ലേ കുട്ടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മീൻസ് നിനക്ക് ഏറ്റവും നമ്മൾ പഠിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് നമുക്ക് ഓൾമോസ്റ്റ് മോറോലെസ് സെയിം ഏജ് ആയിരിക്കും നമ്മുടെ കൂടെയുള്ള കൊളീഗ്സ് ഒക്കെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല മൂത്തവരുണ്ട്, നമ്മളെക്കാട്ടി ഇളയവരുണ്ട്, സെയിം ഏജ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഡൈവേഴ്സിറ്റിയിൽ നിന്നും നമുക്കൊന്നും പഠിക്കാൻ പറ്റി, കൂടുതൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും. നൈസായിരുന്നു. എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്താണ് സീറ്റില്? ഏറ്റവും മെമ്മറബിൾ ആയിട്ട് എനിക്ക് അങ്ങനെയല്ല. നമ്മൾ വൈകിട്ടൊക്കെ ഇപ്പോ തുടക്കത്തിലൊക്കെ നമ്മൾ എല്ലാവരും വന്നിരുന്നു അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രി വരെയൊക്കെ പോകാറുണ്ട്. പിന്നെ നൈറ്റ് ആയിട്ട് നമ്മൾ അവിടെ പോയി ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കുക. അതൊക്കെയാണ് എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ള സീറ്റ്. ഗോപിയുടെ മെമ്മറബിൾ മൊമെന്റ്സ് എന്തിനാണ് ഗോപി സീറ്റില്? എന്തെങ്കിലും ഓർഡർ ചെയ്യാ, കസേര മറ്റേ ടേബിളിൽ ഇരിക്കുക, കസേര ടാപ്പ് ഇടുക, അറ്റൻഡൻസിനോട് ഓടുക, പിന്നെ മറ്റേ ചെക്കൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ആർഗ്യൂ ചെയ്യുക, 20 രൂപയുടെ ചിക്കൻ 3 വാങ്ങിക്കും. അങ്ങനെ അതൊക്കെ. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്തായിരിക്കും നീ ഇവിടെ നിന്ന് പോകുമ്പോഴ്? എന്റെ തെറി വിളിക്കും. ഈ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. ഫ്രഞ്ച് കിസോ? അത് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. കാരണം നീ ഇങ്ങനെ ഒരു എൻജോയ്മെന്റ് എല്ലാവരും ഇരിക്കുന്നത് പോസിബിൾ ആണോ? ഇനി ക്യാമ്പസ് ലൈഫേ ഇല്ല ഒന്നാമത്തെ കാര്യം.
ഏറ്റവും മൊമെന്റ് എനിക്ക് തോന്നുന്നു എന്റെ ബർത്ത്ഡേക്കുള്ള നിങ്ങളെല്ലാവരും തന്ന സർപ്രൈസ് എനിക്ക് തോന്നിയത്. ഒരു മണിക്കൂറാണ് കാത്തിരുന്നത്. പിന്നെ വേണമെങ്കിൽ വെനിയുടെ ദിവസം കൊള്ളാം, അത് നന്നാണ്. നീ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന നിന്റെ ഫ്രണ്ട്സ് ആരൊക്കെ ആയിരിക്കും ഇവിടെ? മിസ് ചെയ്യുന്നത് ഫ്രണ്ട്സിനെ മിസ് ചെയ്യും, നുസൈൻ മിസ് ചെയ്യും. പ്രണവ് പറ, നിനക്കാണ് ഒരു നീണ്ട ലിസ്റ്റ്. നിനക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ കമ്പനി ഉള്ളത്. അതെ, അവരെ ഉറപ്പിനെ മിസ് ചെയ്യും. വേറെ കാര്യം, കാരണം ഞാന് കോളേജില് നമ്മുടെ ക്ലാസ്സിലായിട്ട് കമ്പനിയായിരുന്നു, നിങ്ങളെല്ലാവരും കമ്പനിയായിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞാലും പുറത്തേക്ക് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഹോസ്റ്റലിൽ പോയി കഴിയുമ്പോൾ ഹോസ്റ്റലിൽ വേറെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ സർക്കിളാണ്. അവരുമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരും. അവധി ദിവസമാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരുടെ കൂടെ ആണല്ലോ. അപ്പൊ അങ്ങനെ പോയി ഒരു ദിവസം നടക്കാണ്ടി പോയാണ് ഞാൻ അവരോട് കമ്പനി ആയത്, എംടെക്കിൽ ആയിട്ട്. പിന്നെ അവരുടെ ഭയങ്കര കമ്പനിയായി, പുറത്ത് പോക്ക്, അങ്ങനെ ട്രിപ്പ്, അങ്ങനെയൊക്കെ. അത് ഭയങ്കര അവരെ മിസ് ചെയ്യും. പിന്നെ നിങ്ങളെല്ലാവരും മിസ് ചെയ്യും. നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് ഉറപ്പായിട്ട് മിസ് ചെയ്യും. ഫുഡ് മിസ് ചെയ്യും. പിന്നെ ഗസീബോ, അവിടുത്തെ പ്രോഗ്രാംസ്, കോളേജില്. സത്യം പറഞ്ഞാൽ കോളേജ് ലൈഫ് കഴിഞ്ഞല്ലോ, അങ്ങനെ ഒരു സങ്കടമുണ്ട്. തുടങ്ങില്ല. നമ്മളിങ്ങനെ കറങ്ങാൻ പോകുന്നൊക്കെ ഇഷ്ടം. ഇതേപോലെ സിനിമയ്ക്കായാലും പിന്നെ അന്ന് വർക്കലയിൽ പോയതും പൊന്മുടി, അതൊക്കെയായിരുന്നു എൻജോയബിൾ ആയിട്ട് തോന്നിയത്. നമ്മൾ പറയത്തില്ലേ കാണുമ്പോഴേ, എല്ലാവരും എന്തായാലും മിസ് ചെയ്യും. അങ്ങനെ ഓരോ മൊമെന്റ്സ് എന്തായാലും മിസ് ചെയ്യും. ദേവപ്രിയ, ഒന്നും പറയാനില്ല. നോ വേർഡ്സ്. ഇപ്പൊ കരയും. അതെന്തുകൊണ്ടടി പറയാത്തെ? അവളിപ്പോ കരയും. ആതിര ഒന്നും പറയാനില്ല ദേവപ്രിയക്ക്. ആതിര പറയും. ഞാൻ നമ്മളെ റൂം അങ്ങനെയല്ല, ആദ്യമായിട്ടുള്ള അല്ല ഹോസ്റ്റൽ വേണ്ടാതൊന്നും പറയില്ല. എന്റെ ബ്ലോഗ് കയറി അതല്ല, ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് മാറി നിന്ന്. അങ്ങനെ പിന്നെ നൈറ്റ് ലൈഫ് അങ്ങനെയല്ല, എപ്പോഴും പുറത്തൊക്കെ നമ്മൾ നൈറ്റൊക്കെ പോകുന്നത്, നൈറ്റ് കോളേജിന്റെ പ്രോഗ്രാം, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് സീറ്റിൽ വന്നതിന് ശേഷം. അപ്പൊ അതൊക്കെ ആയിരിക്കും മിസ് ചെയ്യും. എല്ലാവരും മിസ് ചെയ്യും. അതിന് മിസ് ചെയ്യും ഭയങ്കരമായിട്ട്. പ്രധാനമായിട്ട് ഞാൻ അവിടെ അംശായിരിക്കും മിസ് ചെയ്യണത്. കാരണം എന്ന് വെച്ചാല് ഫസ്റ്റ് ആദ്യം എന്നെ കാണുന്നത് അങ്ങനല്ലടി. ഇനി നമ്മൾ അത്രയ്ക്കൊരു ഇപ്പൊ ഞാൻ ഇപ്പൊ ജോലിയിട്ട് എവിടെ പോവുകയാണോ എനിക്കൊന്നും അറിയത്തില്ലല്ലോ. ആദ്യം പിന്നീട് നമ്മുടെ റൂം ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ. നമ്മള് വല്ലപ്പോഴൊക്കെ ഗെറ്റ് ടുഗദറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഹോസ്റ്റല് സോറി, ഹോസ്റ്റല്. അതെ കേട്ടോ, അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പിന്നെന്താ, ക്ലാസ് ഒന്നും മിസ് ചെയ്യില്ല കേട്ടോ. ഞാൻ കോളേജിൽ ക്ലാസ്സേ മിസ് ചെയ്യത്തില്ല. എനിക്ക് അത്രയ്ക്ക് വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ ഇടയ്ക്കിടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകത്തില്ലേ, അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പോകുമ്പോൾ. പിന്നെ ഞാൻ അത് വ്ലോഗൊക്കെ ചെയ്തത് തിരിച്ചെടുത്ത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ട് തോന്നാറുണ്ട്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറില്ല. ഇനി ഒരു ക്ലാസ്സോ ഒന്നും ഇല്ലാന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം. അയ്യോ, ഇനി ഒരു ക്ലാസ് ഒന്നും ഇല്ലല്ലോ, പഠിക്കാനായിട്ട് എവിടെയും പോകാൻ പറ്റത്തില്ല. ക്ലാസ് മീൻസ് നമ്മൾ എല്ലാരും ഉള്ള മൊമെന്റ്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ഞാൻ ക്ലാസ് അല്ല. പിന്നെ ആദ്യം നമ്മുടെ ഫുഡിന് അടിയിടുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അയ്യോ, പിടിച്ചു വെച്ചിട്ട് ബാക്കി തട്ടുള്ളൂ. അതെ, പൊരിച്ച മീനൊക്കെ വേണ്ടിട്ട് അടിയിടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇനി അങ്ങനെയൊന്നും ഇല്ല. ഇനി പോണൊരു എൻവയോൺമെന്റ് എങ്ങനെയാണോ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പൊ അതിന്റേതായ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ. ശരി, എവിടെ കിട്ടുന്ന സ്ഥലത്ത് ജോലി ചെയ്യൂടെ, അത്രേ ഉള്ളൂ ഹോബി. ശരിക്കും എനിക്ക് ജോലിക്ക് പോകാനേ വയ്യ, അതൊന്നാമത്തെ കാര്യം. പിന്നീട് പ്രാരാബ്ദം. ഈ വ്ളോഗ് അത്യാവശ്യം ലെങ്തി ആയതുകൊണ്ട് തന്നെ ബാക്കി വിശേഷങ്ങൾ കൊച്ചിൻ ക്രോണിക്കൽ പാർട്ട് 2 കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.